രാമ 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 സന്ധ്യയായി വിളക്ക് എത്തിക്കട്ടെട്ടാ. മഴക്കാലത്ത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ ഇതാ. തുണിയെല്ലാം ഇങ്ങനെ അകന്നിറച്ചും തൂങ്ങിക്കിടക്കും. എത്ര ദിവസം പിടിച്ചിട്ടാകുമ്പോന്നറിയാം ആ കുഞ്ഞളെ എലാസ്റ്റിക്കിലെ സംഭവങ്ങൾ ട്രൗസർ പോലെ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു കുളുപ്പ് മണം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിൽക്കുന്നവർക്ക് തന്നെ തിരിയില്ല. പുറത്തുനിന്ന് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അത് ഇല്ലാണ്ടാക്കാൻ ഒരു ട്രിക്കും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടില്ല കേട്ടോ. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് തരാം. നമ്മളെ ഈ പരീക്ഷണം ഒരിക്കലും പാഴായി പോകില്ല കേട്ടോ. കാരണം ഞാനിത് പരീക്ഷിച്ചതാണ്. 101% വിജയം കണ്ട സ്ഥിതിക്കാൻ ഞാനിത് നിങ്ങളോട് പറഞ്ഞിരുന്നു കേട്ടോ. ഇതിന് വലിയ ചിലവൊന്നുമില്ല. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കംഫേർട്ടിൻ്റെ ഒരു ഇറ്റ് ലിക്വിഡാണ് വേണ്ടത്. ഞാനിതാ 4 രൂപേൻ്റെ ഒരു കംഫേർട്ടിൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. അത് പല മണത്തിലുള്ളതുണ്ട്. നിങ്ങൾക്ക് ഏത് മണമാണോ ഇഷ്ടമില്ല കംഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. ഇതിൻ്റെ കറുപ്പ്, നീല, പച്ച, റോസ്, പിന്നെ വേറെ എന്തോ ഒരു സംഭവം വരുന്നുണ്ടല്ലോ കംഫേർട്ടല്ലാണ്ട്. അതുപോലെ അങ്ങനെ പല മണത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണം എടുക്കുക. ചില ആൾക്ക് എല്ലാ മണങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ മൈഗ്രെയിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ എനിക്ക് എല്ലാ മണമൊന്നും പിടിക്കില്ല. ഈ നീല കംഫേർട്ടിൻ്റെ മണം എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഇനി എന്ത് ചെയ്യുക, ഒരു ഷാമ്പു, അതായത് ഞാൻ 1 രൂപേൻ്റെ ഒരു ഷാമ്പു മൊത്തമായിട്ടും അതിലേക്ക് ചേർത്തു. നിങ്ങൾക്ക് ഏത് മണത്തിലുള്ളതും എടുക്കാം കേട്ടോ. ഇന്ന മണത്തിലുള്ളത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊന്ന് മിക്സാക്കിയിട്ട് മണപ്പിച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ മൂർധന്യാവസ്ഥ കടന്നങ്ങ് എത്തിപ്പോയി. അമ്മാതിരി സ്മെല്ലേനും. ഇനി അടുത്തതായി വേണ്ടതെന്നാണെന്നറിയാം, കുറച്ച് കോട്ടൺ ഇല്ലാതെ വരെ ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ, ആ തുണി എടുത്താൽ മതി. നമ്മൾ മിക്സാക്കി വെച്ച മിശ്രിതത്തിലേക്ക് ആ കോട്ടൺ ഇട്ടിട്ട് നന്നായിട്ട് ആ മിശ്രിതം മുക്കി അതിലേക്ക് പിടിപ്പിക്കുമെന്ന് കേട്ടോ. കോട്ടൺ മൊത്തമായിട്ട് നമ്മൾ നനച്ച് മിശ്രിതം മൊത്തത്തിൽ നമ്മളങ്ങനെ ആ കോട്ടൻ്റെ അകത്തേക്ക് പകർത്തി എടുക്കുമെന്ന്. പക്ഷേ എങ്കിലുണ്ടല്ലോ ഇതാക്കുമ്പോൾ തന്നെ ആ പരിസരം മൊത്തം ഒന്നാ മണം, നല്ല മണമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും ലളിതമായ ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. വിജയം 100ൽ 101% ഉറപ്പാണ്. അത് ഞാൻ ഗ്യാരണ്ടി. മൊത്തം മിശ്രിതം മുക്കി നനച്ചെടുത്ത കോട്ടൺ ഇനി നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ആരും പെട്ടെന്ന് കാണാത്ത സ്ഥലത്ത് ഇങ്ങനെ വെക്കാം. ഞാൻ ഒന്നെന്ത് ചെയ്ത് ആ ഷെൽഫിൻ്റെ ബാക്കിൽ ജനലിൻ്റെ ബാക്കോട്ടായിട്ട് ഒരു ഉണ്ട ആടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്കാണ് പോയത്. അകത്തേക്ക് പോയിട്ട് ആടെ തട്ടിൻ്റെ മേലെ ഒന്ന് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഞാൻ തിരിഞ്ഞ് കളിക്കുന്നു. ഇവള് മേക്കിൽ തന്നെ ക്യാമറമാൻ വേക്കിലുണ്ടോ എന്ന് നോക്കുമെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യത്തെ തട്ടിൻ്റെ മേലെയും ഒന്ന് കൊണ്ടുവച്ചു. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം പോലെ ബാക്കിയുണ്ടായിന്. അതെന്ത് ചെയ്ത് അടുക്കളേൻ്റെ ഒരു മൂലക്ക് അതും കൊണ്ടുവച്ചു. സത്യം പറയാൽ അകത്ത് കയറുമ്പോൾ ഇപ്പം എന്താ സുഗന്ധം, പണ്ടത്തെ പരസ്യത്തിൽ പറഞ്ഞ പോലെ. ഇപ്പം വീട്ടിൽ ആര് കയറി വന്നാലും പറയും സുഗന്ധമോ മായാജാലമോ എന്ന് വെച്ചിട്ട് പാട്ട് പാടും. അമ്മാതിരി മണമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ടാറ്റാ. അടുത്ത കുഞ്ഞു വീഡിയോ വരും.